നമസ്കാരം. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കിയ ഭൂചലനത്തിന്റെ നടുക്കത്തിലാണ് ലോകരാജ്യങ്ങൾ. ജപ്പാൻ, കാലിഫോർണിയ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആശങ്കയോടെങ്കിലും ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഏതൊക്കെ സ്ഥലങ്ങളെ ആയിരിക്കും അത് ബാധിക്കാതിരിക്കുക എന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സങ്കീർണമായ ഭൂഗർഭ ഘടനയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സജീവമായ ടെക്ടോണിക് പ്ലേറ്റുകളിൽ ഒന്നിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഭൂകമ്പ സാധ്യതയുടെ കാര്യത്തിൽ രാജ്യം പല തട്ടുകളിലാണെന്ന് ഭൗമശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ടെക്ടോണിക് പ്ലേറ്റുകൾ തെന്നിമാറുന്നതാണ് ഭൂകമ്പത്തിൻ്റെ പ്രധാന കാരണം. സാവധാനം ചലിക്കുന്ന പാറ കൊണ്ടുള്ള ഫലകങ്ങളാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ. ഭൂമിയുടെ ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇവയ്ക്ക് 10 മുതൽ 160 മൈൽ വരെ കട്ടിയുണ്ടാകും. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം തെന്നിമാറുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം പെട്ടെന്ന് ഒരു ഭൂകമ്പത്തിൻ്റെ രൂപത്തിൽ പുറത്തുവരും. ഇന്ത്യയിലെ ചില നഗരങ്ങളിൽ ശക്തമായ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള സജീവമായ ഫോൾട്ട് സിസ്റ്റങ്ങൾക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മറ്റ് ചില നഗരങ്ങളാകട്ടെ വളരെ കുറഞ്ഞ ഭൂകമ്പ സാധ്യതയുള്ള താരതമ്യേന സുസ്ഥിരമായ ഭൂഗർഭ ഘടനയിലാണ് നിലകൊള്ളുന്നത്. ഇന്ത്യയിലെ പ്രമുഖ IT ഹബ്ബുകളായ ബംഗളൂരുവും ഹൈദരാബാദും ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ നഗരങ്ങളാണ് ഭൂകമ്പ ഭീഷണി ഏറ്റവും കുറഞ്ഞ സുരക്ഷിത മേഖലകളിൽ വരുന്നത്. മൈസൂരു, നാഗ്പൂർ, മധുര, തിരുച്ചിറപ്പള്ളി എന്നിവയും ഈ പട്ടികയിലുണ്ട്. ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് നിരന്തരം ഇടിച്ചു കയറുന്ന ടെക്ടോണിക് കൊളീഷൻ സോണിൽ നിന്നും വളരെ അകലെ ഇന്ത്യയുടെ സുസ്ഥിരമായ പെനിൻസുലാർ മേഖലയിലാണ് ഈ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹിമാലയൻ മേഖലകളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള വലിയ വിനാശകരമായ ഭൂകമ്പങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. സുരക്ഷിത മേഖലയെന്നാൽ ഭൂകമ്പം ഒട്ടുമേ ഉണ്ടാകില്ല എന്നല്ല അർത്ഥം. നേരിയ ചലനങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാം. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണെങ്കിൽ ചെറിയൊരു ചലനം പോലും വലിയ ദുരന്തത്തിന് വഴിവെച്ചേക്കാമെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയിലെ പല വൻ നഗരങ്ങളും കുറഞ്ഞ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകൾക്കും ഉയർന്ന ഭൂകമ്പ സാധ്യതയുള്ള മേഖലകൾക്കും ഇടയിലാണ് വരുന്നത്. മുംബൈ, ചെന്നൈ, പൂനെ, കൊൽക്കത്ത എന്നിവ സുരക്ഷിത സ്ഥലമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. എങ്കിലും ഇവ ഭൂകമ്പ ഭീഷണിയിൽ നിന്നും പൂർണ്ണമായും മുക്തമല്ല. ഉയർന്ന ജനസാന്ദ്രത, പഴക്കമേറിയ നിർമ്മിതികൾ, പ്രാദേശികമായ ഭൂഗർഭ പരീക്ഷണങ്ങൾ എന്നിവ കാരണം നേരിയ ചലനങ്ങൾ പോലും ഇവിടെ വലിയ ആഘാതമുണ്ടാക്കാം. രാജ്യത്തിൻ്റെ പുതുക്കിയ ഹസാർഡ് മാപ്പിംഗിൽ അപകട സാധ്യതയേറിയ പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ട അഹമ്മദാബാദും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ മേഖല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ഇവിടെ ടെക്ടോണിക് ചലനങ്ങൾ വളരെ സജീവമാണെന്നതാണ് കാരണം. രാജ്യ തലസ്ഥാനമായ ഡൽഹി, ഡെറാഡൂൺ, ഹിമാചലിലെ ഷിംല, കശ്മീരിലെ ശ്രീനഗർ, അസമിലെ ഗുവാഹത്തി എന്നീ നഗരങ്ങൾ അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കാൻ ശേഷിയുള്ള ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്നാണ് ഹിമാലയൻ പ്രദേശം. ഹിമാലയൻ മേഖലയിൽ ടെക്ടോണിക് സമ്മർദ്ദം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇത് ഭാവിയിൽ ഈ മേഖലയിലുടനീളം വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമായേക്കാമെന്ന് ശാസ്ത്രജ്ഞർ പണ്ട് മുതലേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശാസ്ത്രജ്ഞർ വിശദമാക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ഭൂകമ്പത്തിൽ മനുഷ്യർ മരിക്കുന്നത് ഭൂമി കുലുങ്ങുന്നത് കൊണ്ടല്ല, മറിച്ച് കെട്ടിടങ്ങൾ വീഴുന്നത് കൊണ്ടാണ്. ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ തക്കവണ്ണം ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ഒരു ആധുനിക കെട്ടിടത്തിന് റെഡ് സോണിൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ സുരക്ഷിതമായി നിൽക്കാൻ സാധിക്കും. എന്നാൽ സുരക്ഷിത മേഖലയെന്ന് കരുതുന്ന ഒരിടത്ത് മോശം രീതിയിലാണ് കെട്ടിടം നിർമ്മിച്ചതെങ്കിൽ അത് നിമിഷ നേരം കൊണ്ട് തകർന്നടിയും. ഇതിനൊരു ഉദാഹരണമാണ് 1993 മഹാരാഷ്ട്രയിലുണ്ടായ ലാത്തൂർ ഭൂകമ്പം. ഭൂകമ്പ സാധ്യത വളരെ കുറഞ്ഞ മേഖലയായിരുന്നിട്ടും 10,000-കണക്കിന് ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. അതുകൊണ്ട് നഗരങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നോക്കി ആശ്വസിച്ചിരിക്കാതെ നിർമ്മാണ മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുക മാത്രമാണ് ദുരന്തങ്ങളെ ചെറുക്കാനുള്ള ഏക വഴി. വരും തലമുറയുടെ സുരക്ഷ ഇന്ന് നമ്മൾ പണിയുന്ന കെട്ടിടങ്ങളുടെ കരുത്തിലാണ് അടങ്ങിയിരിക്കുന്നത്.